വെൽക്കം ടു സൈലം ലേണിംഗ് അനറ്റോമീസ് ആണ്. സോ നിങ്ങൾ എല്ലാവരും നമ്മുടെ ബേസിക് സയൻസ് ഇത് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം ഒക്കെ വരാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതിന്റെ പ്രിപ്പറേഷൻ ടൈമിലാണ്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്ത ചാപ്റ്റർ, അതായത് ജീവന്റെ കുഞ്ഞറകൾ, ടൈനി ചേമ്പേഴ്സ് ഓഫ് ലൈഫ്, ആ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു പാഠഭാഗത്ത് എന്തായിരിക്കും ഈ കുഞ്ഞറകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തായിരിക്കും. ഇപ്പൊ നമ്മുടെ ശരീരം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ജീവനുള്ള ഒരു ബോഡി കൺസിഡർ ചെയ്താലും അവിടെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ഏതായിരിക്കും? യെസ്, വേറെ ഒന്നുമല്ല, സെൽസ് ആണ്, അതായത് കോശങ്ങളാണ്. അപ്പൊ കോശങ്ങളെ പറ്റി, അവയുടെ പ്രത്യേകതകളെ പറ്റി, ഈ ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി, അതൊക്കെ നമ്മൾ പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സിലൂടെ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഞാൻ വേറൊരു കാര്യം മക്കളോട് ചോദിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ നെയ്ക്കഡ് ഐ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും ചെറിയ ഒരു ആൾക്കാരെ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു ജീവി, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതായിരിക്കും? ചില മക്കൾ ഉറുമ്പെന്ന് പറയും, ചില മക്കൾ ചെറിയ ചെറിയ പുഴുക്കൾ എന്ന് പറയും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ നെയ്ക്കടായി കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് ഉദാഹരണമാണ് ഇതാ ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാർ, നമ്മുടെ ബാക്ടീരിയകളും വൈറസും ഒക്കെ. ഇപ്പൊ കൊറോണ വൈറസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലേ? ഈ കൊറോണ വൈറസിനെ നമുക്ക് നമ്മുടെ നെയ്ക്കടായി കൊണ്ട് കാണാൻ പറ്റുമോ? അങ്ങനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ആ വൈറസ് നമ്മുടെ അടുത്തോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഓടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അപ്പൊ നമ്മുടെ നെയ്ക്കടായി കൊണ്ട് കാണാൻ പറ്റാത്ത ഇത്തരം ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ ഓർഗാനിസം, അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കും, ഇവയെ നമുക്ക് എന്താണെങ്കിലും കാണാൻ പറ്റില്ല. അപ്പൊ അവയെ നമുക്ക് കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള ദോഷങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോസ്കോപ്പിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ആ ഒരു ചിത്രം ഫെമിലിയർ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മൈക്രോസ്കോപ്പിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കണം, നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസവും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് കോശങ്ങൾ എന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ കോശങ്ങളുടെ വിവിധ പ്രോപ്പർട്ടീസിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ കോശങ്ങൾ എന്താണ് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. എന്താണ് കോശങ്ങൾ? കോശങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ബേസിക് യൂണിറ്റ് ആണ്, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. എ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സ്മോൾ units. These small units of the body are called cells. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അനേകം ചെറു ഘടകങ്ങൾ ചേർന്നാണ്. ഇതിനെയാണ് നമ്മൾ കോശങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആനിമൽ സെൽസും പ്ലാന്റ് സെല്ലും കാണാനായിട്ട് പറ്റും, ജന്തുകോശവും കാണാൻ പറ്റും, അതുപോലെ തന്നെ സസ്യകോശവും കാണാനായിട്ട് പറ്റും. അപ്പൊ ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസും ഇവർ തമ്മിലുള്ള ഡിസിമിലാരിറ്റീസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് കൂടാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയുള്ള നമ്മുടെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ചേച്ചിയോ ചേട്ടനോ 7ാം ക്ലാസ്സിലുണ്ടെങ്കിൽ അവഞ്ചേഴ്സ് ബാച്ചിലും, ഇനി 4ലും 5ലാണ് നിങ്ങളുടെ അനിയന്മാരും അനിയത്തികളും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ പ്രാണ ബാച്ച്, പൃഥ്വി ബാച്ച് ഒക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മുടെ സൈലത്തിന്റെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഇതുപോലെ കുട്ടി കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.